മലയാളികൾക്ക് സുപരിചിതയാണ് എസ്തർ അനിൽ. ബാലതാരമായെത്തി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് താരം. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിലൂടെയാണ് എസ്തർ ശ്രദ്ധിക്കപ്പെടുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോജുകുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ ഇളയമകൾ ആയിട്ടായിരുന്നു എസ്തർ ചിത്രത്തിൽ എത്തിയത്. താരത്തിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടി. ഇപ്പോഴിതാ കേരളം വിറങ്ങലിച്ച് നിൽക്കുന്ന സമയം. വയനാട് ദുരന്തത്തിൻ്റെ നടുക്കുന്ന വാർത്ത കേട്ടാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ എല്ലാവരെയും പോലെ എസ്തറും ഉണർന്നത്. പിന്നെ തനിക്ക് അറിയാവുന്നവർ എല്ലാം സുരക്ഷിതരായോ അല്ലയോ എന്ന ചിന്ത എസ്തറിൻ്റെ മനസ്സിനെയും അലട്ടി. പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ എസ്തർ ശ്രമിച്ചു. സ്വന്തം നാടായ വയനാട്ടിൽ ഇന്ന് തനിക്കറിയാവുന്ന ചിലരെങ്കിലും ഇല്ല എന്ന ദുഃഖസത്യം എസ്തർ മനസ്സിലാക്കി. നാടിനുണ്ടായ ദുരന്തത്തിൽ തൻ്റെ അഗാധമായ ദുഃഖം എസ്തർ അനിൽ രേഖപ്പെടുത്തി. താനും കുടുംബവും സേഫാണെന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കുറിപ്പിൽ എസ്തർ അറിയിച്ചിരുന്നു. അനിൽ എബ്രഹാം മഞ്ജു ദമ്പതികളുടെ മകളാണ് എസ്തർ അനിൽ. തീർത്തും യാദൃശ്ചികമായി എസ്തർ മലയാള സിനിമയിലെത്തുന്നത്. ഇവാൻ, എറിക് എന്നിവരാണ് എസ്തറിൻ്റെ സഹോദരങ്ങൾ. ഇവർ രണ്ടുപേരും മലയാള സിനിമയിലെ അഭിനേതാക്കളാണ്. ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങിയ എസ്തർ അനിൽ ഓള് എന്ന സിനിമയിലൂടെ നായികയായി മാറിയിരുന്നു. സിനിമയിൽ വന്നതും എസ്തറും കുടുംബവും കൊച്ചിയിലേക്ക് താമസം മാറുകയായിരുന്നു. ബാലതാരമായെത്തി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടി എസ്തർ. 21കാരിയാണ് എസ്തർ. 2010 നല്ലവൻ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലെല്ലാം എസ്തർ ഇതിനകം അഭിനയിച്ചിട്ടുണ്ട്. V3 എന്ന തമിഴ് സിനിമയിൽ ആണ് എസ്തർ ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത്. വരലക്ഷ്മി ശരത് കുമാർ ആയിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മലയാളത്തിൽ ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയാണ് അവസാനം അഭിനയിച്ച മലയാള സിനിമ. വിന്ധ്യ വിക്ടിം വെർഡിക്റ്റ് ആണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. അഭിനയത്തിന് പുറമെ അവതാരകയായും കയ്യടി നേടിയിട്ടുണ്ട് എസ്തർ.